കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമായ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ 45 ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിച്ച ചുറ്റമ്പലത്തിൻ്റെയും ബലിക്കൽപുരയുടെയും സമർപ്പണ സമ്മേളനം എറണാകുളത്തിൻ്റെ എം.പി. ശ്രീ ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ചുറ്റമ്പലത്തിൻ്റെയും ബലിക്കൽപുരയുടെയും സമർപ്പണ ചടങ്ങ് തൃപ്പൂണിത്തുറ എം.എൽ.എ. ശ്രീ കെ. ബാബു അവർ നിർവഹിച്ചു. തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഉപദേശക സമിതി സെക്രട്ടറി ശ്രീമതി രക്തമ്മ സ്വാഗതവും ടി.ആർ. രാജേഷ് ട്രഷറർ നന്ദിയും രേഖപ്പെടുത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ, ഡിവിഷൻ കൗൺസിലർ ടി.എം. അബ്ബാസ്, തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം മേൽശാന്തി ഉണ്ണിശാന്തി, കൊച്ചി ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ഓഫീസർ എം. അനിൽകുമാർ, കൊച്ചി ദേവസ്വം ഓഫീസർ ശ്രീദീപ് എന്നിവർ ആശംസകൾ നേർന്നു. ഏറെ അഭിമാനത്തോടു കൂടിയുമാണ്, വളരെ കൗതുകത്തോടു കൂടി ഞാൻ എപ്പോഴും നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രക്രിയയ്ക്ക് ശേഷം അതിൻ്റെ സമർപ്പണ ചടങ്ങിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ നാട്ടിലെ പൗരാണികതയുടെ ഒരു വലിയ ചിഹ്നമായി, ഈ നാട്ടിലെ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ വിശ്വാസ കേന്ദ്രമായി തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് 5000-ലധികം വർഷത്തിൻ്റെ പഴക്കമുണ്ട്. പക്ഷേ കേരളത്തിലെ 108 ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമായി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പദ്ധതികളിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ചെറിയ തോതിൽ ആരംഭിച്ചതാണെങ്കിലും ഇപ്പോൾ ചുറ്റമ്പലത്തിൻ്റെയും ബലിക്കൽപുരയുടെയും എല്ലാം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വിശ്വാസികൾക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയും നോക്കിക്കണ്ടിട്ടുള്ള ഒരു ക്ഷേത്ര കുളമാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. അപ്പം ഈ കുളം കാണുമ്പോൾ ഞാൻ പലപ്പോഴും കൗതുകത്തോടു കൂടി ചോദിക്കുമ്പോൾ, ആ കുളത്തിൻ്റെ നവീകരണ പദ്ധതികളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ കെ. ബാബുവിൻ്റെ പേരെപ്പോഴും അമ്പല കമ്മിറ്റിക്കാർ എന്നോട് പറയാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി അതിന് ഈ നാട്ടിൻ്റെ മുഴുവൻ വിശ്വാസികളുടെ പേരിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. വളരെ അപൂർവമായിട്ടുള്ള പ്രതിഷ്ഠകളുള്ള, ശിവന്റെയും വിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠയുള്ള ഈ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ പദ്ധതികൾ നാടിനായി സമർപ്പിക്കുന്ന ഈ ചടങ്ങ് ഏറെ സന്തോഷത്തോടു കൂടി, ഏറെ വിശ്വാസത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. മഹാദേവർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെല്ലാം ഒത്തുപിടിച്ച് വലിയ തോതിലുള്ള പുനരുദ്ധാരണം നടത്തി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ചടങ്ങാണിത്. കാരണം നമ്മളെല്ലാം ദർശനം നടത്തുന്ന ക്ഷേത്രമായാലും ദേവാലയങ്ങളായാലും മോസ്കായാലും എല്ലാം നല്ല നിലയിൽ പരിപാലിച്ചു പോകണം എന്നാണ് എല്ലാ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഫലമായിട്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്. ദേവസ്വം ബോർഡ് ആണ് ഇതിൻ്റെ എല്ലാം ഭരണമെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക സഹായം വളരെ വളരെ പരിമിതമാണ്. ഈ പുനരുദ്ധാരണത്തിന് നേതൃത്വം കൊടുത്ത അനിൽകുമാർ ഉൾപ്പെടെ ഇതിൻ്റെ ഉപദേശക സമിതി ഭാരവാഹികളെ എല്ലാവരെയും, ഇതിൽ സഹകരിച്ച ഭക്തജനങ്ങളെയും ഹാർദമായി അനുമോദിക്കുകയാണ്. പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ നാടിനും ആ ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പങ്കം ലംഘയതേ ഗിരിം യത്കൃപാഹമഹം വന്ദേ പരമാനന്ദമാധവം.
പരമാനന്ദമാധവം. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം കുലദേവതാഭ്യാം നമഃ. നമ്മുടെ തിരുനെട്ടൂരപ്പൻ്റെ എല്ലാ തരത്തിലുള്ള ചൈതന്യ വിശേഷങ്ങളും നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഈ സുദിനത്തിൽ ഇന്നത്തെ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഭഗവാന്റെ പ്രദോഷ ദിവസമാണ്. അപ്പോൾ ആ പ്രദോഷ സന്ധ്യയിൽ തന്നെ നമ്മൾ നവീകരിച്ച് ഉള്ള ക്ഷേത്രം സമർപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ നേദ്യപ്പുരയിലെ തിടപ്പള്ളിയിലെ 3-4 ഓടുകൾ ഇങ്ങോട്ട് താഴത്തോട്ട് ഇളകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഭരണസമിതി അംഗങ്ങളോടും ഒക്കെ പറഞ്ഞപ്പോൾ അതിനെന്താ സമയം, നമുക്കത് മാറ്റാം, അത് മാത്രമേ ഇപ്പം മാറ്റാനായിട്ട് നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിശിഷ്ടമാകുന്ന സമർപ്പണങ്ങളോട് കൂടിയിട്ട് ആ കാര്യം നമ്മൾ തുടക്കം വെച്ചു. അതിൽ ഇവിടെ ഏറ്റവും ജനസഞ്ചയം എത്തിച്ചേരുന്നത് നമ്മളുടെ ക്ഷേത്രത്തിലെ പിതൃതർപ്പണത്തിനായിട്ടാണ്. പിതൃതർപ്പണത്തിന് മഹാവിഷ്ണു സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള ഓരോ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത. ഇത്രയും വലിയ ഒരു നവീകരണ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കണക്കാക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ഉപദേശക സമിതി പ്രസിഡന്റും ആയ ശ്രീ അനിൽകുമാർ, നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും എംപിയും ആയ ശ്രീ ഹൈബി ഈഡൻ സാർ, നവീകരിച്ച ചുറ്റമ്പലവും ബലിക്കൽപ്പുര സമർപ്പണവും നിർവഹിക്കുന്ന നമ്മുടെ MLA ആയ ശ്രീ ബാബു സാർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ക്ഷേത്ര മേൽശാന്തി ശ്രീ സ്മിത്ത് രാജ്, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയ ശ്രീ യഹുൽദാസ് സാർ, നമ്മുടെ നഗരസഭ ചെയർമാനായ ശ്രീ ആന്റണി ആശാൻ പറമ്പിൽ സാർ, നമ്മുടെ നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ ഇന്ന് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മരട് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 ദേവാലയങ്ങൾ, മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ തിരുനെട്ടൂർ ക്ഷേത്രവും മൂത്തേടം പള്ളിയിലെ അച്ചം പുണ്യാളന്റെ അവിടുത്തെ ചടങ്ങുമാണ് മരടിനെ സംബന്ധിച്ചിടത്തോളം. മരടെന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒത്തിരി നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്ഷേത്രം ഇവിടെ പറഞ്ഞതുപോലെ, മേൽശാന്തി പറഞ്ഞതുപോലെ, ഒരു ഓട് ഇളകി വീണത് നന്നാക്കുന്നതിന് വേണ്ടിയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ഇപ്പോൾ 45 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് ഇതിന്റെ പുനരുദ്ധാരണം നടത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ആ മേൽശാന്തി പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ദിവ്യ ശക്തി. അധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ കൗൺസിലറായി വന്ന കാലം തൊട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറ്റവും അധികം സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ വിശേഷ സംഭവങ്ങളിലും അനിൽകുമാറും ശ്രീ രാജേഷും നമ്മുടെ സന്തോഷ് ത്രിമൂർത്തികൾ എന്നാണ് ഇവരറിയപ്പെടുന്നത്. ഇവർ വന്ന് സംസാരിക്കുകയും ആ കാര്യങ്ങളൊക്കെ യഥാസമയം ചെയ്തു കൊടുക്കുന്ന, അതിൻ്റെ ഒപ്പം നമ്മുടെ രത്നമ്മ ഇവിടെ വരുമ്പോഴൊക്കെ രത്നമ്മ ചേച്ചിനെ എപ്പോഴും കാണാറുണ്ട്. അവരും വളരെ സഹകരണത്തോടുകൂടിയാണ് ചെയ്തിരുന്നത്. അവരെല്ലാം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തെ കുളത്തിന് ചുറ്റും വളരെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്ത് മോടി പിടിപ്പിച്ച് അത് ഭംഗിയാക്കി
ഈ നാട്ടിലെ നാനാജാതി മത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ 25 വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പറായി വന്ന ഞാൻ അന്ന് മുതൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പ്രദേശത്ത് നമ്മുടെ ഈ അമ്പലത്തിന് മുമ്പിൽ കിടക്കുന്ന ആ പ്രദേശം വൃത്തിയാക്കി അതിന് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ഇനിയുള്ള കാലത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വിളിച്ച ഈ ക്ഷേത്ര സമിതി അംഗങ്ങളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം.